ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്റെ വിജയപരാജയങ്ങളെ നോക്കിക്കാണുന്ന ശനിയാഴ്ചയുടെ പ്രഭാതം പൊട്ടിവിടരുമ്പോ ആരാണ് ജയിക്കുന്നത്, ആരാണ് തോക്കുന്നത് എന്നുള്ള ആകാംക്ഷയിലൂടെയാണ് നാം എല്ലാവരും. ആര് ജയിച്ചാലും ആര് തോറ്റാലും നന്മയിലാകട്ടെ നമ്മുടെ നാട് എന്ന് ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു റിസൾട്ടിന്റെ മുന്നോടിയായി ഈ ജുമായ്ക്ക് നിങ്ങളെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ചില കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ വിജയിക്കുന്നവർ ആഘോഷത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അതിന്റെ എല്ലാ നിലയിലുള്ള ഉന്മാദ ലഹരിയിൽ ആറാടാൻ വേണ്ടിയിട്ട് അതിന്റെ അണിയറയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ചില ആളുകൾ അതിന്റെ കൈപ്പേറ്റ് വാങ്ങാനും മുന്നിട്ട് നിൽക്കുമ്പോ ഇത്തരമൊരു സന്ദർഭത്തിൽ ഇതിന്റെ ജുമാ ദിവസം വിശുദ്ധമായ ഖുർആൻ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? എല്ലാ വിഷയങ്ങളെ പറ്റിയും വിശുദ്ധമായ ഖുർആൻ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അള്ളാഹുവിന്റെ ഖുർആൻ പറയാത്ത ഒന്നുമില്ല. എന്തായാലും വിജയപരാജയങ്ങൾ മുന്നിൽ കാണുന്ന നാം ഓരോരുത്തരും എല്ലാവരുടെയും സംസാരം അതാണ്. ശനിയാഴ്ച രാവിലെ ആവട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഒരു തൂക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നതുപോലെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ സംസാരമുണ്ട്. എന്തൊക്കെ പല സംസാരങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും നാം എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. വിജയിക്കുന്നവർ അതിർവരമ്പുകൾ വിട്ട് ആഘോഷിക്കാനും പാടില്ല. ഇനി പരാജയപ്പെട്ടു പോകുന്നവർ അതൊരു പരാജയമല്ല. അതിന്റെ എല്ലാവിധ ക്ഷമയിലും അനുബന്ധയിലും ഈ രാജ്യത്തിന്റെ പൗരന്മാരായി നീതിബോധത്തോടുകൂടി കൃത്യമായി ജീവിച്ചു പോകണം. നമുക്കൊരു മരണമുണ്ട്. ഇതാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. എങ്ങനെയാകണം നമ്മുടെ ആഘോഷങ്ങൾ? എത്തരത്തിലാണ് ഒരു വിജയി സ്ഥാനാർത്ഥിയായി വിജയിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളോടൊപ്പം എങ്ങനെയാകണം വിജയികൾ ആഘോഷിക്കേണ്ടതെന്നും അങ്ങനെ ആഘോഷത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ജയിച്ചു കഴിഞ്ഞ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ത്രിതല പഞ്ചായത്തിൽ ഏത് സീറ്റിൽ അദ്ദേഹം ഇരുന്നാലും എന്താണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളെന്നും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കണം. ജനങ്ങളുടെ എല്ലാവരുടെയും സമ്മതിദാനം ചോദിച്ചു വാങ്ങി വോട്ട് മേടിച്ച് നമ്മൾ വിജയിച്ചു കഴിയുമ്പോൾ ആ ജനങ്ങളെ തിരിച്ചറിയാതെ പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം ഖേദകരമാണ്. ശുദ്ധമായ ഖുർആൻ നമ്മളോട് ആ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് അല്ലാഹു നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഫഹൽ അസൈതും മിൻ തവല്ലൈതും മൻ തുഫ്സിദൂ ഫിൽ അർള് വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും. ശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഫഹൽ അസൈതും മിൻ തവല്ലൈതും, നിങ്ങൾ അധികാരങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോ നിങ്ങളുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്തിപ്പെടുമ്പോ, ഒരു പഞ്ചായത്ത് മെമ്പർ ആവുമ്പോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് അതിന്റെ അധികാരിയായിട്ട് നിങ്ങൾ അതിന്റെ സേവകനായിട്ട് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവമായിട്ട് വിജയികളായി കടന്നു വരുന്നവരോട്, അതിന്റെ അണിയറ പ്രവർത്തനത്തിൽ നിന്ന് പ്രവർത്തിച്ചവരോട്, അതിനു വേണ്ടിയിട്ട് നെട്ടോട്ടമോടിയവരോട്, അതിനുവേണ്ടി കൊടി പിടിച്ചവരോട്, അതിനുവേണ്ടി ചേർന്ന് നിന്നവരോട്, അതിനുവേണ്ടി വോട്ട് ചെയ്തവരോടെല്ലാം അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പിന്തിരിയുകയാണോ? നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണോ? നാളെ പ്രഭാതം പൊട്ടി വരുമ്പോൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അർമാദിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടു നിൽക്കുന്നവരെ, നിങ്ങളോടാണ് ചോദ്യം. അല്ലാഹുവിന്റെ ഖുർആന്റെ ചോദ്യം, അൻ തുഫ്സിദൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ തുണിയുകയാണോ? വതുഖത്തിഉ അർഹാമകും, അല്ല നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കാൻ പോവുകയാണോ? ഒരു കുടുംബത്തിൽ രണ്ട് പാർട്ടികളാണെങ്കിൽ വർത്തമാന കാലഘട്ടത്തിന്റെ കുടുംബജീവൻ തകരുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, കെട്ടുബന്ധത്തിൽ മാത്രമല്ല, മാതാപിതാക്കളുടെ അവരോട് കാണിക്കുന്ന അവഗണനയുടെ ഭാവങ്ങൾ മാത്രമല്ല, അധികാരത്തിന്റെയും പണത്തിന്റെയും പേരിലും മാത്രമല്ല, രാഷ്ട്രീയങ്ങൾ പോലും, രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ പോലും ചില കുടുംബ ബന്ധങ്ങളിലെ അനുജനും ജ്യേഷ്ഠനും രണ്ട് പാർട്ടിക്കാരായാൽ ആ പാർട്ടിക്കാരായതിന്റെ പേരിൽ പോലും പരസ്പരം മിണ്ടാതെ നടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്നറിയോ സഹോദരങ്ങളെ?
അള്ളാഹുവിന്റെ ചോദ്യം, മൻ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ? വതുഖത്തിഉ അർഹാമക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുകയാണ്. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇൻ തവല്ലൈതും ഉമൂറന്നാസി വതഅമുറുഹും അലൈഹിം ഐ അൻ തസിറുഹും. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇൻ തവല്ലൈതും, നിങ്ങൾ ഉമൂറന്നാസി, ജനങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളൊരു അധികാരിയായി കഴിയുമ്പോ, നിങ്ങൾ ലക്ഷ്യം വെച്ച സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന് കഴിയുമ്പോ നിങ്ങൾ ജനങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു കളയുകയാണോ? നിങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണോ? നിങ്ങൾ ജനങ്ങളെ ഉപദ്രവിക്കുകയാണോ? നിങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിയുമ്പോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ രാവും പകലും പണിയെടുത്തു, പോസ്റ്റർ ഒട്ടിക്കാൻ പോയി, സമയങ്ങൾ ഒരുപാട് ചെലവഴിച്ചു. അതിന്റെ പേരിൽ ഒറ്റ വക്കത്തെ നിസ്കാരത്തിന് പോലും പള്ളി കടന്നു വരാത്തവരുണ്ട്. എല്ലാത്തിനും അപ്പുറം തന്റെ ആരോഗ്യവും സമ്പത്തും പോലും ലക്ഷക്കണക്കിന് രൂപ പോലും ഇതിന്റെ പിന്നിൽ ചെലവഴിച്ചവരുണ്ട്. ഒരു പാവപ്പെട്ടവൻ വന്നാൽ സദഖ കൊടുക്കാത്തവൻ, ഒരു പാവപ്പെട്ടവന്റെ മുന്നിൽ ഒന്ന് തന്റെ ദയാവായ്പ കാണിക്കാത്തവൻ, ഒരു രോഗി വന്നാൽ അവനെ കണ്ടാൽ പരിഗണിക്കാത്തവൻ, രാഷ്ട്രീയത്തിന്റെ പേരിൽ കോടികൾ മുടക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? തന്റെ സംവിധാനങ്ങൾ വിജയിക്കാൻ. തന്റെ പാർട്ടി വിജയിച്ചു വന്നാൽ തന്റെ അധികാര പദവിയും താൻ കൊടുത്ത പണങ്ങൾ ഉപയോഗിച്ച് തന്റെ പ്രസ്ഥാനത്തിന്റെ കോട്ടവും വരാതെ സംരക്ഷിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയെല്ലാം വിശുദ്ധ ഇസ്ലാമിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ കുറിച്ച്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ അങ്ങയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു. അബൂ ആലിയ തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുന്നു, അൽ ഹുക്മ ജുഇൽതുമുൽ ഹുക്കാമ അൻ തുഫ്സിദൂ ഫിൽ അർദി അഖ്ദ് ദിശ, പലിശ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ട്. താൻ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോൾ തലേ രാത്രി ലക്ഷങ്ങൾ കൊണ്ട് കെട്ടിവെക്കുന്ന ആളുകളുടെ കയ്യിൽ ഒരു ഉളുപ്പുമില്ലാതെ പൈസ വാങ്ങിക്കൊണ്ട്, അപ്പുറ പാർട്ടിയിൽ നിൽക്കുന്നവന് ലക്ഷങ്ങൾ കൊടുത്തവന്റെ വോട്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട്, ആ മേടിച്ച വോട്ട് കൊണ്ട് വിജയിച്ചു കഴിയുമ്പോൾ ആ നാട്ടിലെ സാധാരണക്കാരെ മൈൻഡ് ചെയ്യാത്തവരോട് പ്രതികാര രൂപേണ അള്ളാഹു പറയുന്ന കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആനാണ് വ്യക്തമായി ഇവിടെ രാഷ്ട്രീയം പറയുന്നത്. അടച്ചവൻ പറയുന്നു ഇതിനെക്കുറിച്ച്. ബഹുമാനപ്പെട്ട ധാരാളം ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, നോക്കിയോ, ഇൻ വുല്ലീതുകും ഉലാഅൻ ജാഇറത്തുൻ ഖറജതും മഅഹും ഫിത്നതി വജാറൈതുമൂഹു. അധികാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് തന്റെ എല്ലാ വഴികളും ഉപയോഗിച്ചു, ഹലാലോ ഹറാമോ എന്നില്ല. വോട്ടിങ്ങിന്റെ തലേ രാത്രിയിട്ട് ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് വിതറിയവർ, അയൽവക്കത്തുള്ള ആളുകളെ വീട്ടിൽ പോയി കണ്ടിട്ട് പൈസ കൊടുത്തവർ, കാശ് കൊടുത്ത് വോട്ട് വാങ്ങിയവർ, ഇതൊന്നും പരിശുദ്ധ ഇസ്ലാമികമല്ല. അങ്ങനെ വേടിക്കുന്ന വിജയങ്ങൾക്കൊന്നും ഇസ്ലാമിൽ ഒരു പ്രാധാന്യവുമില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയാ. അതാണ് തുഫ്സിദൂ ഫിൽ അർദ്. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോവാണോ? അല്ലാഹു ചോദിക്കുകയാണ്. നിങ്ങളെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു കളയുകയാണോ? അധികാരത്തിൽ വരുന്ന തെമ്മാടികളാണെങ്കിൽ ആ തെമ്മാടികൾക്ക് കൂട്ടുനിന്നുകൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങൾക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുന്നുവോ? ഇലക്ഷന്റെ മുന്നിൽ പോയി നിന്ന് കഷ്ടപ്പെട്ട് വോട്ട് ചോദിച്ച് ഇരുന്ന് വാങ്ങിയിട്ട് വിജയശ്രീ ലാളിതനായി നീ അരങ്ങേറ്റാൻ നിന്റെ മുന്നിൽ വരുമ്പോൾ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? أولئك الذين لعنهم الله أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم. അങ്ങനെയാണ് അധികാരത്തിന്റെ മുൻനിരയിൽ നീ വരുന്നതെങ്കിൽ, അങ്ങനെയുള്ളവരെ വിജയിപ്പിക്കാനാണ് നീ വെമ്പൽ കൊണ്ടതെങ്കിൽ, ആ അധികാരത്തിൽ വരുന്നവൻ കാണിക്കുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കും നീ കണ്ണടച്ചു കൂട്ടുനിൽക്കുമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവനെ അള്ളാഹു കാലാകാലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് അള്ളാഹു അവനെ അങ്ങേയറ്റത്ത് വിദൂരമാക്കിയിരിക്കുന്നു. ചെറുതല്ല കാര്യം. അവനെ അള്ളാഹു അവന്റെ ചെവി അങ്ങ് അടച്ചു കളയുന്നു. അനിൽ ഹഖ്, പിന്നെ ഹക്ക് കേൾക്കാൻ അവന്റെ ചെവി തുറക്കൂല. അധികാരത്തിൽ വന്നാൽ
കുറെ പണങ്ങൾ അവന് കിട്ടുമ്പോ സ്ഥാനാർത്ഥികളായിട്ട് നിന്ന് വിജയശ്രീലാളിതരായിട്ട് മുന്നേറുന്നവരെ, നിങ്ങളോടാണ് ഈ വെള്ളിയാഴ്ച സംസാരിക്കുന്നത്. അധികാരത്തിൽ നിങ്ങൾ വോട്ട് മേടിച്ച് വിജയിച്ച് കിടന്നു വരുമ്പോ ഒരുപാട് പാവപ്പെട്ട സാധുക്കളായ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ വിജയിച്ചതെന്ന് പോലും നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിന് കൂട്ടുനിൽക്കുന്നവർക്ക് പോലും അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ കഠിനമായ ശാപമാണവർക്ക്. അവരുടെ കണ്ണുകളെ അള്ളാഹു അന്ധത ബാധിപ്പിക്കുന്നതാണ്. ഖുലൂബഹും അനിൽ ഖൈരി, അവരുടെ ഹൃദയങ്ങൾ ഒരു നന്മ പോലും പിന്നെ കാണില്ല. എന്ത് അഴിമതി നടത്താനും അവർക്കൊരു ഉളുപ്പുമുണ്ടാവൂല. അന്ന് വരെ അവൻ ഭയമുള്ളവനായിരുന്നു, അന്ന് വരെ ഹക്കും ബാത്തിലും വേദനിച്ച് നോക്കുന്നവനായിരുന്നു. ആരോ പിടിച്ചവനെ സ്ഥാനാർത്ഥിയാക്കി, അല്ലെങ്കിൽ അവളെ സ്ഥാനാർത്ഥിയാക്കി. അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ദീനീബോധമില്ല, അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് അല്ലാഹനെ വേണ്ട, അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് പള്ളി വേണ്ട, അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് വിശുദ്ധമായ ഖുർആൻ വേണ്ട. തോന്നുന്നത് പോലെയാണ് അവരുടെ അധികാര വികേന്ദ്രീയങ്ങളെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ കടുത്ത ശാപം കടന്നു വരുമെന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വോട്ട് ചെയ്ത് നമ്മളെല്ലാവരും പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന ചില ആളുകളുണ്ട്, ചില ആൾക്കാർ ആകാംക്ഷയോട് കൂടി ഇരിക്കുന്നവരുണ്ട്. ശക്തരായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ ആശങ്കയോടുകൂടിയാണ്. ഞങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇസ്ലാമിന്റെ ഭരണ വ്യവസ്ഥ. ഇതുകൊണ്ടൊരു നാട് നശിക്കുമോ, ഒരു നാട് നന്നാകുമോ? നമ്മളെ നാട് നന്നാവണം. നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിന്റെ ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന ഓരോ നേതാക്കന്മാരും അവർ വിജയിക്കട്ടെ പരാജയപ്പെടട്ടെ, വിജയിച്ചവർ അവരുടെ എതിർപ്പാർട്ടികളെപ്പോലും പിന്നെ തന്റെ എതിർപ്പാർട്ടിയായിട്ടൊന്ന് കാണാൻ പാടില്ല എന്നാണ്. പിന്നെ എല്ലാവരും അവരുടെ പ്രജകളാണ്, പിന്നെ എല്ലാവരും തുല്യരാണ്. അബൂദറുൽ ഗിഫാരി തങ്ങളോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികാരമേൽപ്പിച്ചപ്പോൾ ചോദിച്ചു അബൂദറുൽ ഗിഫാരി തങ്ങൾ, യാ റസൂലല്ലാഹ് ലാ തസ്തഅമിലുനി, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തരണം, ഞാൻ എന്താണ് നബിയെ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ അബൂദറുൽ ഗിഫാരി തങ്ങളുടെ തോളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുന്നു, യാ അബൂദർ, യാ അബൂദറേ, ഇന്നക ലഈഫുൻ, നീ ഒരു ബലഹീനനായ ആളാണ്. നിന്നെ ഏൽപ്പിച്ച കാര്യം ഒരു അമാനത്താണ്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാനും നിങ്ങളും കുടുംബദാസന്മാരാണ്. നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും അള്ളാഹു നമുക്ക് അമാനത്തുകളാണ്. അവരെ കൃത്യമായി ദീനീബോധത്തോട് കൊണ്ടുപോലും അവർക്കൊരു കുറവ് വരാതെ നോക്കലും എന്റെയും നിങ്ങളുടെയും കടമയാണ്, അമാനത്താണ്. അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നതാണ്. ആ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായിട്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തം. അത് ഏതാണെങ്കിലും, അതൊരു പഞ്ചായത്ത് മെമ്പറാവണ്ട, ഒരു ഖത്തീബാവണ്ട, ഒരു പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സ്ഥാനമാനങ്ങൾ കിട്ടി ഏതെങ്കിലും സംഘടനയുടെ നേതാക്കന്മാരായി, സെക്രട്ടറിയായി, പ്രസിഡന്റായി, അതൊക്കെ അള്ളാഹു നമുക്ക് തരുന്ന അമാനത്തുകളാണ്. കുറെ ജനങ്ങൾ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കുന്നതാണ്. അതിലെങ്ങാനും കേടുവരുത്തിയാൽ ഖിസിയും വനദാമാ, അത് ഖേദമാണ്, ഖേദമാണ്, ഖേദമാണ്. അതിന്റെ അവകാശികൾക്ക് അതിന്റെ ഹക്ക് കൊടുക്കലല്ലാതെ, ആർക്കാണോ എന്ത് അവകാശമാണോ ഉള്ളത് അതവർക്ക് കൊടുക്കാതെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് നീ രക്ഷപ്പെടില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വിശാലമായിട്ട് ഈ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. അതുകൊണ്ട് നാളെ ആഘോഷത്തിന് വേണ്ടി ഇറങ്ങുന്നവരെ, എന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ ആഘോഷത്തിന് വേണ്ടി ഇറങ്ങുന്നവരെ, വഴിയോരങ്ങൾ നിങ്ങൾ പ്രകടനം നടത്താൻ പോവുകയാണ്, നിങ്ങൾ ഇടിവെട്ട് ശബ്ദമുണ്ടാക്കാൻ പോവുകയാണ്, നിങ്ങൾ ജൈത്രയാത്ര നിങ്ങളെ സ്ഥാനാർത്ഥിയും തുറന്ന വാഹനത്തിലേറിയിട്ട് നിങ്ങൾ പോവാൻ പോവുകയാണ്. നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സഭ്യതയും അസഭ്യതയുടെയും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് തോന്നിവാസങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു മുസ്ലിം ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതിക്കാരനെ ഒന്ന് തോന്നിപ്പിക്കും വിധം നിങ്ങൾ ആറാടാനാണ് നിങ്ങളുടെ ഒരുക്കമെങ്കിൽ അള്ളാഹു അവന്റെ ഖുർആനും പറഞ്ഞു, വേണ്ട, അത് പാടില്ല. വിജയം തരുന്ന റബ്ബിനോട് കാണിക്കുന്ന നീതികേടല്ലേ അത്.
ആഭാസങ്ങൾക്ക് വേണ്ടി ഒരുക്കുകൂട്ടുന്നവർ, തന്റെ എതിർപാർട്ടി തോറ്റുപോയത് കൊണ്ട് അത് അവരുടെ കുറവ് കൊണ്ടാണെന്ന് വീരവാദം മുഴക്കുന്നവർ, അവരത്തരം അഴിമതി കാണിക്കുന്നവരാണെന്ന് പുറംകാല് കൊണ്ട് ചവിട്ടി എറിഞ്ഞുകൊണ്ട് അവർ തിന്മകളെല്ലാം റോട്ടിന്റെ മുന്നിൽ പാട്ടുപാടി റെക്കോർഡ് ചെയ്ത് തന്നെ ഇന്ന് തന്നെ വെച്ചിട്ട് നാളെ പ്ലേ ആക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർ, നിങ്ങൾ സഭ്യതയുടെ സകല അതിർവരമ്പുകൾ ലംഘിക്കാൻ ഒരുമ്പിട്ടിറങ്ങുമ്പോ, നിങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിയുമ്പോ നിങ്ങൾ ചിന്തിക്കണേ, അതാപാ കഠിനമായ അദാബാണ്, കഠിനമായ അദാബാണ്. പോളിംഗ് ബൂത്തുകളിൽ പോലും അടിയാണ്, തമ്മിലടിയാണ്. എന്തിനു വേണ്ടിയാണ്? കള്ളമെഷീനുകൾ വെച്ച് വോട്ട് വാങ്ങുന്ന സംഘപരിവാര ശക്തികൾ പോലും കേരളത്തിൽ അരങ്ങ് വാഴുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയെല്ലാം ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് തമ്മിലടിക്കലല്ല, ഒറ്റക്കെട്ടായി ജനാധിപത്യ വ്യവസ്ഥകളെ നിലനിർത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരുമിച്ച് നിന്ന് ചിന്തിക്കലാണ്. നാളെ നിങ്ങൾ ജയിച്ചു കഴിയുമ്പോൾ വഴിയോരങ്ങൾ നിങ്ങൾ ആഭാസ നൃത്തം ചവിട്ടരുത്, നിങ്ങൾ തെമ്മാടിത്തരം കാണിക്കരുത്, നിങ്ങൾ തോന്നിവാസം കാണിക്കരുത്, മറ്റുള്ളവന്റെ കൽവിനെ വേദനിപ്പിക്കുമെന്ന് ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുത്. അള്ളാഹുവിന്റെ റസൂല് മഹാനായ മുഹമ്മദ് മുസ്തഫ, സ്വലാത്തൊന്ന് പറ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇയ്യാകും വത്വരീഖ്, വഴിയോരങ്ങളിലെ ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണേ, വഴിയോരങ്ങളിലെ ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണേ. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, തങ്ങളെ, ഞങ്ങൾ കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വഴിയോരങ്ങളിലൂടെ പോകുന്നവരാണ് നബിയേ, എന്താണ് ആ വഴിയിൽ ഞങ്ങൾ കാണിക്കേണ്ട ബാധ്യത എന്താണ്? ഒരു വാഹനം പോലും കടത്തിവിടാതെ ആർഭാടങ്ങൾ അരങ്ങ് വാഴുമ്പോ മനുഷ്യരെ അതിന്റെ ഇടയിലെങ്ങാനും ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന റൂഹ് പിടിച്ചു കൊണ്ടുപോയാൽ പിന്നെ നിന്റെ അവസ്ഥ എന്താ? നിന്റെ ആഖിബത്ത് എന്താ? ഇത് പറയുമ്പോ നിങ്ങൾ എല്ലാവരും പറയും, പിന്നെ ആഘോഷിക്കണ്ടേ ഉസ്താദേ, ഞങ്ങളുടെ പാർട്ടി വിജയിച്ചതല്ലേ, ആഘോഷങ്ങൾക്ക് അതിരുകളുണ്ട്, നിങ്ങൾ സന്തോഷിക്കണ്ടെന്നല്ല. നിങ്ങൾ പാവങ്ങളായ രോഗികളെ മറന്നുകൊണ്ട് ആർഭാടം അമിട്ടുമ്പോ, നിങ്ങൾ ഇതിന്റെ ശബ്ദകോലാഹലങ്ങളുടെ അമിട്ടും ബോംബും പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ ആർഭാടം നടത്തുമ്പോ പാവപ്പെട്ട രോഗികളായ ആളുകൾ നമ്മുടെ മഹലിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. നിങ്ങളുടെ തോറ്റു നിൽക്കുന്ന എതിർ പാർട്ടികളുടെ നെഞ്ചുകുത്തി പിളന്നുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിന് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടാകുമോ? മുത്തുനബി തങ്ങളാണോ പറഞ്ഞത്, ഇയ്യാകും വത്വരീഖ്, നിങ്ങൾ വഴികളിൽ സഭ്യത കാണിക്കണേ, നിങ്ങൾ വഴിയോരങ്ങളിൽ നിങ്ങൾ അസഭ്യമായിട്ടൊന്നും സംസാരിക്കരുത്, അസഭ്യമായിട്ട് ഇടപെടരുത്. സ്വഹാബത്ത് ചോദിച്ചപ്പോ, നബിയെ എന്താണ് വഴികൾ കാണിക്കേണ്ട ബാധ്യത എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? നിന്നോട് ഒരാൾ വന്ന് വഴി ചോദിച്ചാൽ വ്യക്തമായിട്ട് നീ അവന് വഴി പറഞ്ഞു കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. സമയമില്ലല്ലോ, അതിന് സമയമില്ലല്ലോ. കേരളക്കരയിൽ യാത്രയ്ക്ക് പോകുമ്പോൾ സാധാരണ അങ്ങനെ സന്തോഷത്തോടു കൂടി കൃത്യമായിട്ട് വഴി പറഞ്ഞിരുന്ന എന്റെ അനുഭവത്തിലുള്ള ജില്ലക്കാർ തൃശ്ശൂർ ജില്ലക്കാരാണ്. തൃശ്ശൂർ ജില്ലയിൽ പോയിട്ട് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് അതേ അങ്ങോട്ട് പോയിട്ടേ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര ആലോചന, നമ്മൾ തിരക്കാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പറഞ്ഞു. വ്യക്തമായിട്ട് നീ വഴി ഒരാൾ വന്നിട്ട് വഴി ചോദിച്ചാൽ നീ വ്യക്തമായിട്ട് വഴി കാണിച്ച് പറഞ്ഞു കൊടുക്കണം, നിന്റെ ബാധ്യതയാണ്, അത് വഴിയിലെ ബാധ്യതയാണ്. രണ്ടാമത് പറയുന്ന, ഒരു നോട്ടം കൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കരുത്. നീ വഴിയിലാണ് നിൽക്കുന്നതെങ്കിൽ പാവങ്ങൾ വരും, നിന്നെക്കാൾ കഴിവ് കെട്ടവര് വരും. നീ ഒരു നോട്ടം കൊണ്ട് പോലും അവരെ വേദനിപ്പിക്കരുത്. നാളെ ജയിക്കുന്നവരെ, നിങ്ങളെ എതിർപ്പാർട്ടികളെ ചങ്ക് വളർത്താനാണ് നിങ്ങളെ ഭാവമെങ്കിൽ നന്മയിൽ അത് അവസാനിക്കൂല, നന്മയിൽ അത് അവസാനിക്കൂല, അത് തകർന്നടിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എവിടെയൊക്കെ നമ്മൾ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തകർച്ചകളെ ഉണ്ടായിട്ടുണ്ട്. എവിടെയൊക്കെ അള്ളാഹു പറഞ്ഞു വെച്ചിരിക്കുന്ന അതിരുകൾക്കപ്പുറം നമ്മൾ പോയിട്ടുണ്ടോ, പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ആ അതിർവരമ്പുകൾ ലംഘിച്ചവർക്ക് അള്ളാഹു തിരിച്ചു വരാനുള്ള വഴികൾ പെട്ടെന്ന് കൊട്ടിയടയ്ക്കുന്നു. രോഗമാണെങ്കിൽ അങ്ങനെ തന്നെ. കോഴി, റോസ്റ്റഡ് കോഴിയും കരിച്ചതും പൊരിച്ചതും കഴിക്കരുതെന്ന് ആര് പറയുന്നു? ഡോക്ടർമാര് പറയുന്നു. TNT കട തോട്ടു തുറന്നിട്ടുണ്ട്. പൊരിച്ച് കോഴി, എന്ത് തിരക്കാ പടച്ചവനെ റഹ്മാനായ റബ്ബേ. നമ്മളത് പോയി കഴിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആഗ്രഹത്തിൽ പോയി കഴിച്ചു, ഞാനും പോകും, എവിടെയെങ്കിലും വെച്ചെന്നെ കാണുമ്പോ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറയരുത്.
പോയി സ്ഥിരമായിട്ട് കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ആഫ്റ്റർ ഇഫക്റ്റ് ക്യാൻസർ ആണ്. അപ്പൊ ഇതെല്ലാം കഴിച്ചിട്ട് ക്യാൻസർ അങ്ങ് വന്നു കഴിയുമ്പോ എന്നാ ഉസ്താദെ പള്ളിയിലേക്ക് 1 ലക്ഷം രൂപ ദുആ ചെയ്താൽ അങ്ങനെ മാറുമോ? ഉസ്താദ് 1 ലക്ഷം കൊടുത്തിട്ട് ദുആ ചെയ്തിട്ട് എന്റെ അസുഖം മാറുന്നില്ല. എന്തൊരാഭാസമാണ് പറയുന്നത്. അതുകൊണ്ട് അതിർവരമ്പുകൾ ലംഘിച്ച് ഏത് വിഷയങ്ങൾ, രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും സാമൂഹ്യമാണെങ്കിലും ഏത് വസ്തുതയാണെങ്കിലും അള്ളാഹു പറയുന്നു ആ അതിർവരമ്പുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അള്ളാഹു പൊരുത്തപ്പെടാതെ അള്ളാഹു മടക്കിയെടുക്കുകയുമില്ല എന്നാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഫിൽ ഗാരി സയ്യിദുനാ അബീ ബക്കറിൽ മുഖദ്ദമി അവ്വലിൽ ഖുലഫാഇ. എടോ നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ, നിങ്ങളാണോ ജയിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ, നിങ്ങളാണ് ജയിച്ച് നിങ്ങൾ മുന്നിട്ട് വരുന്നതെങ്കിൽ ഈ നാടിന് നന്മയല്ലാതെ നിങ്ങൾ ചെയ്യരുത്. സമാധാനത്തോടുകൂടി ആ വിജയത്തെ വരവേൽക്കണേ. സമാധാനത്തോടുകൂടി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫയായിട്ട് ദാ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു വമ്പൻ പ്രസംഗം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി കാഴ്ചവെക്കുന്നു. നല്ലൊരു പ്രസംഗം. നമ്മളെല്ലാം പൗരന്മാരാണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൗരന്മാരാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമ്മുടെ സഹപ്രവർത്തകരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നമ്മുടെ നാട്ടിൽ ഈ മുടിക്കല്, നമ്മുടെ ചെറുവേലിക്കുന്ന്, പെരുമ്പാവൂര്, ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ തിരഞ്ഞെടുക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ വാപ്പ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയായിട്ട് നമ്മൾ അങ്ങനെ തിരിഞ്ഞു. അതാണ് ഒരു സ്വാഭാവികം. ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ്. കോൺഗ്രസ്സുകാരും വാപ്പയായിട്ട് നിൽക്കുന്ന ആള് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആവാൻ വലിയ പാടാണ്. അപ്പൊ അങ്ങനെ ഒരു പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്നവരാണ്. അതൊന്നും ഒരു തർക്കമില്ല. പക്ഷെ ധാർമ്മികത കൈവിട്ടു പോകരുത്. ധാർമ്മികമായ നിലയിൽ നിന്ന് നമ്മൾ അതിലൊരു ഹറാം നമ്മൾ തിന്നുപോയാൽ എങ്ങനെ പോയി കബറിൽ കിടക്കും? ഒരാൾക്ക് നമ്മൾ ഹറാം ചെയ്തു കൊടുത്താൽ നമ്മൾ എങ്ങനെ കബറിൽ പോയി കിടക്കും? നമ്മൾ എങ്ങനെ ഖേദിച്ച് മടങ്ങാൻ പറ്റും? നമ്മൾ സ്വന്തം വ്യക്തിപരമായിട്ടാണ് നമ്മൾ ഒരു തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് പൊരുത്തപ്പെടിപ്പിക്കാം. ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ ഒരാൾ കടം കൊടുക്കാണ്ട് അവനെ വിളിച്ച് കടം കൊടുപ്പിക്കാം. സാമൂഹികമായിട്ട് ഒരു തെറ്റ് വന്നു പോയാൽ എങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കും? പൊരുത്തപ്പെടാൻ പറ്റില്ല. അധികാരികളെ അധികാരത്തിൽ കടന്നു വരുന്ന ഒരുത്തനെയും ചോദ്യം ചെയ്യാതെ പടച്ചതമ്പുരാൻ വിടൂല എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നിരുന്ന കാലഘട്ടം ലഘുവായിരുന്നത് കൊണ്ടും അത് വളരെ മയമായിരുന്നത് കൊണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട്ടുവീഴ്ച കൊടുത്തു എന്നാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ, നിൽക്കുമറേ, നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അള്ളാഹു പറയുന്നതാണ്. ഇസ്രാ കൈസർ ഞെട്ടിവിറപ്പിച്ച സർവസാക്ഷാൽ ഖത്താബിന്റെ മകനായ ഉമർ റളിയല്ലാഹു അൻഹു ഉമറിനോട് പറയും, ഉമറേ നീ നിക്ക്, നീ ഇന്ന രാജ്യങ്ങൾ ഭരിച്ചയാളാണ്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതൊരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ഒരു ജില്ലാ മെമ്പറാണെങ്കിലും ഒരു കുടുംബനാഥനാണെങ്കിലും ഒരു ഖത്തീബാണെങ്കിലും നേതൃത്വത്തിൽ നീ നിന്നോ, നിന്റെ കീഴിൽ കുറെ അണികൾ നിന്നോ, ആ അണികളോട് കാണിക്കേണ്ട ഹക്കിനെ പറ്റിയിട്ട് അള്ളാഹു നിന്നോട് ചോദിക്കാതെ പടച്ചൊല്ലുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ആഴ്ന്നിറങ്ങി പഠിച്ചാൽ നമ്മൾ ഒന്നിനും പോകില്ല, ഒരു സ്ഥാനത്തും പോകില്ല, എന്തായാലും നടക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് വയ്യ, എനിക്ക് അധികാരിയാവാൻ വയ്യ. എല്ലാവരും പിടിച്ചാക്കിയപ്പോ എഴുന്നേറ്റ് നിന്ന് മെമ്പറിന്റെ മുകളിൽ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ ഖദ് ഉല്ലീതു അലൈക്കും, നിങ്ങളെല്ലാവരും കൂടി എന്നെ നിങ്ങളുടെ അമീറാക്കിയല്ലോ. വലസ്തു ബിഖൈരിക്കും, നിങ്ങളെക്കാൾ ഒരു നന്മയും ഈ അബൂബക്കറിന് അവകാശപ്പെടാനില്ല. എനിക്ക് നിങ്ങളെക്കാൾ ഒരു നന്മയും എനിക്ക് അവകാശപ്പെടാനില്ല. ഏത് അബൂബക്കറാ? അബൂബക്കറും ഫിൽ ജന്ന. അബൂബക്കറെ ഞാൻ കഴിഞ്ഞാൽ
എന്റെ സ്വർഗത്ത് പിന്നെ നീയാ അബൂബക്കറേ എന്ന് റസൂലുള്ളാഹി പറഞ്ഞ അബൂബക്കർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ നീതിയോടുകൂടി ശത്രുക്കൾക്കെതിരെ പടപൊരുതിയ അബൂബക്കർ ബദറിലും ഉഹദിലും ഖന്തക്കിലും എല്ലാത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ നിഴലായി കൂടുന്ന അബൂബക്കർ മദീന മുനവ്വറയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരത്ത് കിടക്കുന്ന അബൂബക്കർ നിങ്ങളെക്കാൾ നന്മയും എനിക്കില്ലല്ലോ. ഞാൻ നന്മയുടെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ. ഞാൻ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ തടയണേ, അനുവദിക്കരുത് അബൂബക്കറിനെ. മാത്രമല്ല അള്ളാന്റെ വിഷയത്തിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലാണോ വഴിപ്പെടുന്നത് അതിൽ നിങ്ങളും വഴിപ്പെടണേ. ഞാൻ തെറ്റ് കാണിച്ചാൽ പിന്നെ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യരുത്. അധികാരികൾ അങ്ങനെയാണ്, നമ്മൾ ആ നിലപാടെടുക്കണമെന്നല്ലേ പറഞ്ഞത്. നമ്മുടെ മേലധികാരികൾ നമുക്കെതിരെയാണെങ്കിൽ, ദീനിന്റെ വിരുദ്ധരാണെങ്കിൽ പിന്നെ അവരെ വഴിപ്പെടരുത്. വഴിപ്പെടൽ തെറ്റാണ്. അഴിമതി കാണിക്കുന്ന നേതാവിനെ പോലും എന്റെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ് അവന് സപ്പോർട്ട് ചെയ്യുന്നവൻ അധികാരിയേക്കാൾ തെമ്മാടിയാണെന്ന് പരിശുദ്ധ ഇസ്ലാം. കൃത്യമായിട്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്? നമ്മൾ അധികാരത്തിൽ നിൽക്കുന്നവൻ തെമ്മാടിത്തരം കാണിച്ചിട്ട് കുഴപ്പമില്ല, എന്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് അവൻ, അവന് വേണ്ടി എന്ത് കൊടി ഞാൻ പിടിക്കും എന്ന് നിങ്ങൾ എങ്ങാനും പറഞ്ഞാൽ ആ അധികാരിയേക്കാൾ തെമ്മാടിയാണ് ഞാനും നിങ്ങളും. അള്ളാഹു വിടൂല. സൂക്ഷിക്കണം. വോട്ടെന്ന് പറയുന്ന ചെറിയ സാധനമല്ല, അതൊരു തെളിവാണ് അള്ളാഹുവിന്റെ മുന്നിൽ. ചെറിയ അടയാളമല്ലേ. പിന്നെ രണ്ട് കയ്യിൽ വോട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കള്ളവോട്ടെന്ന് പറയരുത്. ചില ആൾക്കാർ ചോദിച്ചു എന്താ സാർ രണ്ട് കള്ളവോട്ടൊക്കെ? അള്ളോട്ടെ, ഇത് വല്യമാഗിരി കൊടുത്ത പാവപ്പെട്ട സാധുവിനും വയ്യാത്തോണ്ട് കയറ്റിയതാണ്. ഇത് തെളിവാണ് അള്ളാഹുവിന്റെ മുന്നിൽ. നീ ആർക്ക് ചെയ്യുന്നുള്ള ചോദിക്കൂ, നീ എന്ത് കണ്ടിട്ട് ചെയ്യുന്ന അള്ളാഹു ചോദിക്കും. അവന് വല്ല നന്മയുണ്ടോ എന്നുള്ള എന്ത് മറുപടി പറയും? പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ആണ് മറ്റുള്ളവന്റെ ദുനിയാവിന് വേണ്ടിയിട്ട് എന്റെയും നിങ്ങളെ ആഖിറം പാഴിക്കളയരുത്. ചെയ്ത് കഴിഞ്ഞ് ഖലാസ്, ഇനി ഹക്കിന്റെ പാതയിൽ നിൽക്കണം. അവരോട് പറയണം, ദേ ധാർമ്മികമായ വഴി ഇതാണ്, ഇതിലൂടെ നിങ്ങൾ പോകണം കേട്ടോ, പാവങ്ങളെ സഹായിക്കണം, നന്മകളൊക്കെ ചെയ്യണമെന്ന് അണിയറയിൽ നിൽക്കുന്നവർ പറയണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുക. അബൂബക്കർ തങ്ങൾ പറയാൻ, തെറ്റ് ഞാൻ ചെയ്താൽ എന്നെ തടയടോ. മാത്രമല്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അലാ ഇന്ന ഖുവാകും ഇൻദീ ലഈഫ്. നിങ്ങളിൽ ഏറ്റവും ബലഹീനനായ ആളുണ്ടല്ലോ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവങ്ങളുണ്ടല്ലോ, അവരെന്റെ അടുത്ത് വന്നൊരു കാര്യം പറഞ്ഞാൽ അത് ഞാൻ ഉറപ്പായിട്ടും പരിഗണിക്കുന്നതാണ്. എന്റെ മുന്നിൽ ശക്തനായ ആള് ഈ നാട്ടിലെ കഴിവില്ലാത്തവനാണ്. അവനാണ് വീട് കൊടുക്കേണ്ടത്, അവനാണ് പണം കൊടുക്കേണ്ടത്, അവനെയാണ് സഹായിക്കേണ്ടത്. അല്ലാതെ സ്ഥാപന ജംഗമ സംവിധാനങ്ങൾ കെട്ടിപ്പൊട്ടിയ അധികാരികൾ നിനക്ക് പണം തന്നതിന്റെ പേരിൽ, നിനക്ക് പാതിരാത്രിയിൽ ആരും കാണാതെ വന്ന് പണത്തിന്റെ കെട്ട് തന്നതിന്റെ പേരിൽ അത് വാങ്ങിക്കൊണ്ട് നീ പാവത്തിനെ മറന്ന് അവരോട് കൂട്ടി നിന്നാൽ അല്ലാഹു വെറുതെ വിടൂല, നല്ല മരണം കിട്ടൂല. ആയിസറാതെ മരിക്കും, ആയിസറാതെ പോകും. അല്ലാഹു കാക്കുമാറാവട്ടെ. അവര് മാത്രമല്ല കേട്ടോ, അതിനുവേണ്ടി കൂട്ടു നിൽക്കുന്ന സർവ്വ എണ്ണത്തിനെയും പറ്റി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് പറയാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. നിങ്ങൾ ഏറ്റവും ശക്തൻ വന്നിട്ട് ആധാർമികമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞാൽ കടക്കടാ പുറത്തെന്ന് പറഞ്ഞാൽ വാതിലടയ്ക്കുമെന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഇതിങ്ങനെ പ്രസംഗിച്ചു കൊണ്ട് നിന്നപ്പോ ഗ്രാമീണയായ ഒരു പെണ്ണ് കടന്നു വരികയാണ്. യാ അബൂബക്കർ, അബൂബക്കറേ, ലാ യഹ്ലിബു ലനാ മനാതി ജദാരിനാ. ഓ, നിങ്ങൾ വലിയ അമീറക്കാഹല്ലോ, അമീറുൽ മുഅ്മിനീന്റെ പ്രഭാഷണം ഉജ്ജ്വലം, കൊള്ളാം, ഇഷ്ടപ്പെട്ട എനിക്ക്. ആ ഗ്രാമീണയായ പെണ്ണു എന്ന് പറയാ, എന്റെ വീട്ടിന്റെ ഒട്ടകത്തെ ആര് കറക്കും അബൂബക്കറേ? അതുപോലെ ഒട്ടകത്തിന്റെ വീട്ടിന്റെ ഒട്ടകത്തിന്റെ പാല് കറന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ വീട്ടിലും പോവും. അവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുക്കും, ആടിനെ കറന്നു കൊടുക്കും, എല്ലാം ചെയ്യും. എല്ലാം നിസ്കരിച്ചും നോമ്പ് പിടിച്ചും ഹജ്ജ് ചെയ്ത് മാത്രം സ്വർഗ്ഗത്ത് പോയവരല്ലവര്. അങ്ങനെ ചിന്തിക്കുകയും ചെയ്ത് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാതൃക കാണിച്ചവരാണ്.
എന്റെ വീട്ടിൽ പാല് കറക്കാൻ അബൂബക്കറേ, നിങ്ങൾ അമീറുൽ മുഅ്മിനീനായല്ലോ, നിങ്ങൾ ഉന്നതനായല്ലോ, ഇനി എന്റെ വീട്ടിൽ പാല് ഇറക്കാനും ഭക്ഷണം തരാനും ആരും നിങ്ങൾക്ക് സമയം കിട്ടൂലല്ലോ എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗം നിർത്തിയിട്ട് പറയുന്നു, ബലാ ലഉംദി ബലാ ലഉംദി, എന്റെ ആയുസ് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ പെണ്ണേ, ലഅഹ്ലിബന്നഹാലക്കും, ഞാൻ തന്നെയാണ് നാളെയും നിങ്ങളുടെ വീട്ടിൽ പാല് കറക്കാൻ വരുന്നത്. ഈ അബൂബക്കർ തന്നെയാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ഈ അബൂബക്കർ തന്നെയാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരുന്നത്, ഈ അബൂബക്കർ തന്നെയാണ് നിങ്ങൾക്ക് വസ്ത്രം കൊണ്ടുതരുന്നത്. വഇന്നീ ലഅർജൂ അല്ലാ യുഗയ്യിറനീ മാ ദഖൽതു ഫീ, ഈ അബൂബക്കറിന് കിട്ടിയ അധികാരത്തിന്റെ പേരിൽ ഒരു ലാഞ്ചന പോലും അബൂബക്കറിന് ഏറ്റിട്ടില്ല, ഞാൻ വലിയവനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അബൂബക്കർ എങ്ങനെയാണോ അതിനേക്കാൾ നല്ലവനായിട്ട് ഞാൻ പെരുമാറാം പെണ്ണേ എന്ന് പറഞ്ഞവിടെ നിന്ന് കരഞ്ഞു പോയെങ്കിലോ, സ്ഥാനാർത്ഥിയായിട്ട് അധികാരത്തിൽ കടന്നവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അതിന് കുടപിടിച്ച് കൂട്ടുനിന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടുപോടി നടന്നവരോട്, ഇവിടെ നടന്ന കൂത്താട്ടങ്ങളിലും ആഘോഷങ്ങളിലും കൊടി പിടിച്ചവരോട്, സഹോദരാ എവിടെയാണോ നീ ഇതിന്റെ എല്ലാം പേരിൽ അല്ലാഹനെ മറന്നു പോകുന്നത്, അവിടെയെല്ലാം നിനക്ക് അല്ലാഹു പരാജയം വെച്ചിട്ടുണ്ട്. പരാജയമല്ലടോ ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, പടച്ചവന്റെ കാലാകാലമുള്ള ശാപം തലയുടെ മേൽ ഇടുത്തി പോലെ വന്നിറങ്ങുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അധികാരം നല്ലതാണ്, അധികാരം രസമാണ്, അധികാരം സുഖമാണ്, അതൊരു പേരാണ്, പ്രശസ്തിയാണ്, അറിയപ്പെടുന്നതാണ്. പക്ഷേ മരണത്തോടുകൂടി അവസാനിക്കുന്നതാ. മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ പഞ്ചായത്ത് മെമ്പറെന്നോ രാജാവെന്നോ പ്രധാനമന്ത്രിയെന്നോ പറയൂല, ശവമാണെന്നടാ പറയുന്നത്, മയ്യത്താണെന്നാ പറയുന്നത്. അത് കാലാകാലം നീണ്ടു നിൽക്കുന്നൊരു ലോകമാണെങ്കിൽ ആ ലോകത്ത് നിനക്ക് വിജയം വേണോ, അതിന്റെ അധികാരത്തിന്റെ ചെങ്കോല് നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹക്കല്ലാതെ പറയരുത്, ഹക്കല്ലാത്ത പൈസ വാങ്ങരുത്, ഹക്കല്ലാത്ത വാക്ക് സംസാരിക്കരുത്. അള്ളാഹു നിന്നെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്നെ മാത്രമല്ല, നീ നിന്റെ കൂട്ടാളികളെയും അള്ളാഹു സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അള്ളാന്റെ ശാപം ഏറ്റുവാങ്ങിയിട്ട് ആക്കിവത്ത് മോശമാവാനാണ് നിന്റെ ഭാവമെങ്കിൽ മനുഷ്യ, നിന്റെ അധോഗതിയാണ് നീ ചെയ്തു വെച്ചതെല്ലാം ഒരു ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലെ അള്ളാഹു ആക്കിക്കളഞ്ഞിട്ട് നിന്റെ നന്മകളെല്ലാം തിന്മകളായി മാറി മറിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുക. അതുകൊണ്ട് സാമൂഹികമായി ഇടപെടുന്ന വിഷയങ്ങൾ ഗൗരവത്തോടെ നിങ്ങൾ ഇടപെടണേ സഹോദര. അതിലൊരു അധാർമികതയും കാണിക്കരുത്, ആഭാസ നൃത്തം ചവിട്ടരുത്. വിജയക്കൊടി നിങ്ങളുടെ കയ്യിലാണ് കടന്നു വരുന്നതെങ്കിൽ അത് മറ്റുള്ളവന്റെ നെഞ്ചു വിളത്തുന്ന പാട്ടാകാൻ പാടില്ല, കൂത്താവാനും ഡാൻസ് ആവാനും പാടില്ല. എന്റെ വാക്ക് ഹൃദയം കൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അള്ളാനെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ലെവലേശമുണ്ടെങ്കിൽ മുഅ്മിനേ നീ ചലിക്കില്ല. ഇനി അതല്ല തന്നെക്ക് പ്രശ്നമല്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ നിന്റെ അന്ത്യം മോശമാകുന്നത് അള്ളാന്റെ ദീനോ ഇതിന്റെ പണ്ഡിതരോ ഉത്തരവാദികളല്ലെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാ അബദ്ധങ്ങളിൽ നിന്നും, എല്ലാ അതിപ്രസരണങ്ങളിൽ നിന്നും, എല്ലാ ആഭാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.